ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സബ്ജക്റ്റീവ് പ്രോനൗൺസ് എന്നതാണ്. നമുക്ക് ഇംഗ്ലീഷിൽ സെൻറ്റൻസസ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ വളരെ ബേസിക് ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് സബ്ജക്റ്റീവ് പ്രോനൗൺസ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് സബ്ജക്റ്റീവ് പ്രോനൗൺസ് എന്ന് പറയുന്നത്. അതിപ്പോൾ എനിക്ക് എന്നെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എനിക്കിപ്പോൾ വേറെ ആരെങ്കിലും പറ്റി പറയണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒക്കെ ഞാൻ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഞാൻ എന്നെ പറ്റി പറയുമ്പോൾ ഞാൻ പറയാം ഐ എന്നായിരിക്കും അല്ലേ, ഐ. ഓക്കെ, ഞാനെന്ന് പറയാനായിട്ട് ഞാൻ പറയാം ഐ എന്നാണ്, ഐ. അതേപോലെ തന്നെ നീ എന്ന് പറയുമ്പോൾ യു. ഓക്കെ, യു എന്നാണ് ഞാൻ പറയുക. പിന്നെ അതുപോലെ തന്നെ അവൻ എന്നൊക്കെ പറയും. എനിക്ക് അവനെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരാളുടെ അടുത്ത് വേറൊരാളെ പറ്റി പറയണം. അപ്പോൾ എനിക്ക് അവനെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ യൂസ് ചെയ്യുക ഹി എന്നാണ്. ഹി എന്ന പ്രോനൗണാണ്. ഓക്കെ, ഹി എന്നായിരിക്കും. അതേപോലെ തന്നെ അവളെ പറ്റി പറയുമ്പോൾ ഞാൻ ഷീ ആയിരിക്കും യൂസ് ചെയ്യുക, ഷീ, അവൾ എന്ന് പറയുന്നത്. പിന്നെ ഇറ്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു ജീവിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്ലേസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു വസ്തു ആയിരിക്കാം. അങ്ങനത്തെ കാര്യങ്ങളെ പറ്റി പറയുമ്പോഴാണ് ഞാൻ ഇറ്റ് യൂസ് ചെയ്യുക, അതായത് അത്, ഇത് എന്നൊക്കെ ഒരു മീനിങ് വരാനായിട്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ, ഞങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന സബ്ജക്റ്റീവ് പ്രോനൗനാണ് വി എന്നത്. ഓക്കെ, ഞങ്ങൾ, നമ്മൾ. ഓക്കെ, എനിക്ക് ഞങ്ങളെപ്പറ്റി, നമ്മളെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം വി എന്ന സബ്ജക്റ്റീവ് പ്രോനൗനാണ് ഞാൻ യൂസ് ചെയ്യുക. അതേപോലെ തന്നെ അവർ എന്ന് പറയാനായിട്ട്, ഓക്കെ, എനിക്കിപ്പോൾ അവരെ പറ്റി പറയണം. ഓക്കെ, അതർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ഓക്കെ, അവരെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന പ്രോനൗൺ എന്ന് പറയുന്നത് ദേ ആയിരിക്കും. ദേ എന്നതാണ് ഞാൻ യൂസ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് സെൻറ്റൻസിലൊക്കെ, ഒരു സെൻറ്റൻസിൽ ഇതൊക്കെ എങ്ങനെ വരും എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇപ്പം ഞാൻ എന്നെ പറ്റി പറയണല്ലേ, ഇവിടെ ഞാൻ എന്നെ പറ്റി പറയാണ്. ഓക്കെ, ഞാനൊരു വിദ്യാർത്ഥിയാണെന്ന് പറയാണ്. ഓക്കെ, ഞാൻ പറയാം ഞാനൊരു വിദ്യാർത്ഥിയാണെന്ന് പറയുമ്പോൾ ഐ ആം എ സ്റ്റുഡൻറ്റ്. ഓക്കെ, ഐ ആം എ സ്റ്റുഡൻറ്റ്. ഓക്കെ, ഞാനൊരു വിദ്യാർത്ഥിയാണെന്ന് പറയാൻ സ്റ്റാർട്ട് ചെയ്തത് എങ്ങനെയാണ്, ഐ എന്ന സബ്ജക്റ്റ് വെച്ചിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തതല്ലേ, ഐ ആം എ സ്റ്റുഡൻറ്റ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, പിന്നെ നീ ഒരു വിദ്യാർത്ഥിയാണെന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും, നീ ഒരു വിദ്യാർത്ഥിയാണ്. അപ്പോൾ ഞാൻ യു വെച്ചിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യല്ലേ, യു ആർ എ സ്റ്റുഡൻറ്റ്. യു എന്ന സബ്ജക്റ്റ് വെച്ചിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. യു ആർ എ സ്റ്റുഡൻറ്റ്, നീ ഒരു വിദ്യാർത്ഥിയാണ്. അതേപോലെ തന്നെ അവനൊരു വിദ്യാർത്ഥിയാണെന്ന് പറയുമ്പോൾ എന്താണ്, ഹി അല്ലേ, ശ്രദ്ധിച്ചില്ലേ, ഹി ഈസ് എ സ്റ്റുഡൻറ്റ്. അവനൊരു വിദ്യാർത്ഥിയാണ്, ഹി ഈസ് എ സ്റ്റുഡൻറ്റ്. അതേപോലെ തന്നെ ഷീ വെച്ചിട്ട് അവളൊരു വിദ്യാർത്ഥിയാണെന്ന് പറയുമ്പോൾ ഷീ ഈസ് എ സ്റ്റുഡൻറ്റ്. ഷീ ഈസ് എ സ്റ്റുഡൻറ്റ് എന്നാണ് നമ്മൾ പറയുക. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ പറയാണ് ഞങ്ങളൊക്കെ സ്റ്റുഡൻസ് ആണ്. ഓക്കെ, ഞങ്ങളൊക്കെ വിദ്യാർത്ഥികളാണ്, ഞങ്ങൾ വിദ്യാർത്ഥികളാണ് എന്ന് ഞാൻ പറയണം. അപ്പോൾ എനിക്ക് പറയാൻ പറ്റും വി ആർ സ്റ്റുഡൻസ് അല്ലേ, വി ആർ സ്റ്റുഡൻസ് എന്നാണ് നമ്മൾ പറയുക. അതുപോലെ തന്നെ അവരെല്ലാം വിദ്യാർത്ഥികളാണെന്ന് പറയാനായിട്ട് എനിക്ക് എങ്ങനെ പറയാൻ പറ്റും, ദേ ആർ സ്റ്റുഡൻസ് എന്നാണ് പറയുക. പിന്നെ അതുപോലെ നമ്മൾ പറഞ്ഞിരുന്നു, ഇറ്റ് എന്ന് പറയുന്നത് നമ്മൾ ജീവികളെ പറ്റി, ജീവിനായിരിക്കാം, അതുപോലെ തന്നെ സ്ഥലമായിരിക്കാം, ഒബ്ജക്റ്റ് ആയിരിക്കാം, വസ്തുക്കളായിരിക്കാം, അങ്ങനെ ആവാം. അപ്പോൾ ഇതിൽ ഞാൻ പറയണത് ഇറ്റ് ഈസ് റണ്ണിങ് എന്നാണ്. ഓക്കെ, അത് ഓടുകയാണ്, ഇറ്റ് ഈസ് റണ്ണിങ്, അത് ഓടുകയാണ്. അതെന്ന് പറയുമ്പോൾ ഇറ്റ് എന്ന് പറയാനായിട്ട് അതൊരു ഡോഗ് ആവാം, അല്ലെങ്കിൽ ഒരു ക്യാറ്റ് ആവാം, അങ്ങനെ ഒരു ജീവി ആയിരിക്കാം. അപ്പോൾ ഞാൻ പറയാണ് ഇറ്റ് ഈസ് റണ്ണിങ് എന്നാണ് പറയുക. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വരാം, ഐ ആം എ സ്റ്റുഡൻറ്റ്, യു ആർ എ സ്റ്റുഡൻറ്റ്, ഹി ഈസ് എ സ്റ്റുഡൻറ്റ്, ഷീ ഈസ് എ സ്റ്റുഡൻറ്റ്, വി ആർ സ്റ്റുഡൻസ്, they are students, it is running. ഇനി നമുക്ക് കൂടുതൽ എക്സാമ്പിൾസ് നോക്കാം, ഇതിലൂടെ നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ എക്സാമ്പിൾസ് നോക്കാം. ഈ ഒരു സെൻറ്റൻസ് നോക്കുക, എമ്മ ഈസ് സിംഗിങ്. എമ്മ പാടുകയാണ്. ഓക്കെ, സോ എമ്മ എന്ന് പറയുന്നത് ഗേൾ ആണ്, ഫീമെയിൽ ആണല്ലേ. സോ നമുക്ക് ഇങ്ങനെ ഷീ എന്ന് മെൻഷൻ ചെയ്യാം അല്ലേ, ഷീ അല്ലേ, അവൾ പാടുകയാണ് എന്നാക്കാം. നമുക്ക് ഷീ ഈസ് സിംഗിങ് എന്നാക്കാൻ പറ്റും. സോ ഒരാളുടെ പേരെടുത്ത് നമുക്ക് പറയാൻ പറ്റും. അതേപോലെ തന്നെ നമുക്കതെങ്ങനെ ഷീ എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും, അവൾ എന്ന് പറയാനായിട്ടല്ലേ, ഷീ ഈസ് സിംഗിങ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി അതേപോലെ തന്നെ അടുത്തൊരു സെൻറ്റൻസ് നോക്കാം, എമ്മ ആൻഡ് ജാക്ക് ആർ സിംഗിങ്. ഓക്കെ, എമ്മയും ജാക്കും പാടുകയാണ്. ഓക്കെ, എമ്മ ആൻഡ് ജാക്ക് ആർ സിംഗിങ്. നമുക്ക് എമ്മ ആൻഡ് ജാക്ക് എന്ന് പറയുന്നത് രണ്ടുപേരല്ലേ, അപ്പോൾ നമുക്കിങ്ങനെ പറയാൻ പറ്റും, അവർ എന്ന് പറയാൻ പറ്റുമല്ലേ, അവർ പാടുകയാണ്. സോ എങ്ങനെ പറയാം, ദേ അല്ലേ, ദേ ആർ സിംഗിങ് എന്ന് നമുക്ക് ചുരുക്കി പറയാം അല്ലേ, ദേ ആർ സിംഗിങ്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പേർപ്പസ് എന്ന് പറയുന്നത് നമുക്ക് സെൻറ്റൻസുകൾ ഇത്തിരി കൂടി സിംപ്ലിഫൈ ചെയ്യാനായിട്ടുണ്ട്. കാരണം നോക്കി എമ്മ ആൻഡ് ജാക്ക് ആർ സിംഗിങ് എന്ന് പറയുന്നത് വലിയൊരു സെൻറ്റൻസ് ആണല്ലേ. സോ ചുരുക്കി നമുക്ക് പറയാൻ പറ്റും ദേ ആർ സിംഗിങ്, ഇത്തിരി കൂടി സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും ആ ഒരു രീതിയിൽ. പിന്നെ എന്ന് പറയുമ്പോൾ ദ ക്യാറ്റ് ഈസ് റണ്ണിങ്. അടുത്തൊരു സെൻറ്റൻസ് നോക്കുക, ദ ക്യാറ്റ് ഈസ് റണ്ണിങ്. ആ ഒരു പൂച്ച ഓടുകയാണ്, ദ ക്യാറ്റ് ഈസ് റണ്ണിങ്. എനിക്കത് എങ്ങനെയും റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും, ഇറ്റ് വെച്ചിട്ട് എനിക്ക് പറയാൻ പറ്റും അല്ലേ, ഇറ്റ് ഈസ് റണ്ണിങ്. ഓക്കെ, അത് ഓടുകയാണെന്ന് പറയാൻ പറ്റും, ഇറ്റ് ഈസ് റണ്ണിങ് എന്ന് എനിക്ക് പറയാൻ പറ്റും. അതേപോലെ തന്നെ ഈ ഒരു സെൻറ്റൻസ് നോക്കാം, ഇപ്പോൾ ഞാൻ സാൻഡ്വിച്ച്, ഒരു ഫുഡിനെ പറ്റി ഞാൻ പറയാം, ആ ഒരു ഫുഡ് വെരി ടേസ്റ്റി. ഓക്കെ, നല്ല ടേസ്റ്റ് ആണെന്ന് ഞാൻ പറയാണ്,
ദ സാൻഡ്വിച്ച് ഈസ് വെരി ടേസ്റ്റി. ദ സാൻഡ്വിച്ച് ഈസ് വെരി ടേസ്റ്റി. ആ ഒരു സാൻഡ്വിച്ച് വളരെ സ്വാദിഷ്ടമാണെന്ന് ഞാൻ പറയാണ്. ഇതെനിക്ക് എങ്ങനെയും പറയാൻ പറ്റും. ദ സാൻഡ്വിച്ച് എന്നതിന് എനിക്ക് മാറ്റിയിട്ട് ഇറ്റ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, അതൊരു വസ്തുവല്ലേ, അതൊരു വസ്തുവാണ്. അപ്പോൾ എനിക്ക് ആ ഒരു വസ്തുവിനെ എനിക്ക് ഇറ്റ് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അത് വളരെ സ്വാദിഷ്ടമാണ്. ഇറ്റ് ഈസ് വെരി ടേസ്റ്റി. ഇറ്റ് ഈസ് വെരി ടേസ്റ്റി എന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ അടുത്തൊരു സെൻറ്റൻസ്. ഓക്കെ, നമ്മൾ പറഞ്ഞിരുന്നു നമുക്ക് ഈ സ്ഥലങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു നൗൺ ആണല്ലേ. സോ കൊച്ചി ഈസ് എ സിറ്റി എന്ന് പറയാം. ഓക്കെ, കൊച്ചി എന്നത് ഒരു സിറ്റിയാണ്. കൊച്ചി ഈസ് എ സിറ്റി എന്ന് പറയാം. അതെങ്ങനെ നമുക്ക് പറയാൻ പറ്റും? കൊച്ചി എന്നുള്ളതിനെ നമുക്ക് ഇറ്റ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ, ഇറ്റ് വെച്ച് എനിക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് എ സിറ്റി എന്ന് പറയാം. ഓക്കെ, കൊച്ചി ഈസ് എ സിറ്റിന് എനിക്ക് എങ്ങനെയും പറയാൻ പറ്റും? ഇറ്റ് ഈസ് എ സിറ്റി. ഇറ്റ് ഈസ് എ സിറ്റി, അതൊരു സിറ്റി ആണെന്ന് പറയാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റത്തെ ഒരു എക്സാമ്പിൾ നോക്കുക. മൈ മോം ആൻഡ് ഐ ആർ ഗോയിങ്. ഓക്കെ, ഞാനും എൻ്റെ അമ്മയും പോവുകയാണ്. മൈ മോം ആൻഡ് ഐ ആർ ഗോയിങ് എന്ന് ഞാൻ പറയണമെന്ന് നോക്കിയാൽ ഇതാണ് എനിക്ക് പറയാൻ പറ്റുക ഞങ്ങൾ എന്നല്ലേ. ഓക്കെ, മൈ മോം ആൻഡ് ഐ എന്ന് പറയുമ്പോഴാണ് ഞങ്ങൾ എന്ന് പറയാൻ പറ്റല്ലേ, ഞങ്ങൾ എന്ന് പറയാൻ പറ്റും എനിക്ക്. സോ ഞങ്ങൾ പോവുകയാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് എങ്ങനെ പറയാൻ പറ്റും? വി ആർ ഗോയിങ് അല്ലേ, വി ആർ ഗോയിങ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ ഇങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അമ്മയും ഞാനെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് മൈ മോം ആൻഡ് ഐ. അതേ സിറ്റുവേഷനിൽ എനിക്ക് പറയാൻ പറ്റും ഇപ്പം ഞാനും എൻ്റെ സഹോദരനെന്നും പറയുമ്പോൾ മൈ ബ്രദർ ആൻഡ് ഐ. ഞാനും എൻ്റെ സഹോദരി എന്ന് പറയുമ്പോൾ മൈ സിസ്റ്റർ ആൻഡ് ഐ എന്ന രീതിയിലായിരിക്കും നമ്മൾ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, നമ്മൾ ഐ ആൻഡ് മൈ മോം എന്ന് പറയില്ല, മൈ മോം ആൻഡ് ഐ എന്നാണ് പറയുക. അതും നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? വി വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. വി. ഓക്കെ, വി ആർ ഗോയിങ് എന്ന് പറയാൻ പറ്റും. പിന്നെ ഇപ്പോൾ ഈ രീതിയിലൊക്കെയാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടൊരു പേർപ്പസ് എന്ന് പറയുമ്പോൾ പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ എനിക്കിപ്പോൾ കൊച്ചി എന്ന് പറഞ്ഞ സ്ഥലത്തെ പറ്റി എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയണമെന്ന് നോക്കിയാൽ. ഓക്കെ, അപ്പോൾ ഞാനൊരു പാരഗ്രാഫിൽ കൊച്ചി ഞാൻ ഒരുപാട് മെൻഷൻ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഞാൻ പറയാണ് ലൈക്ക് കൊച്ചി കേരളത്തിലാണെന്ന് പറയണല്ലേ, ലൈക്ക് കൊച്ചി ഈസ് ഇൻ കേരള. പിന്നെ കൊച്ചി ഈസ് എ സിറ്റി. പിന്നെ എന്താണ്, കൊച്ചി ഈസ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. അപ്പോൾ എല്ലാ പ്രാവശ്യവും ഞാൻ കൊച്ചി എന്ന് ഞാൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, കൊച്ചി എന്ന് ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ നോക്കി. ഒരു പാരഗ്രാഫിൽ നമുക്ക് ഒരുപാട് പ്രാവശ്യം അത് മെൻഷൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ എപ്പോഴും കൊച്ചി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ഞാൻ പറയുമ്പോൾ അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ആ ഒരു പാരഗ്രാഫിൽ ഞാൻ കൊച്ചി ആദ്യം മെൻഷൻ ചെയ്യുമ്പോൾ ഞാൻ പറയും കൊച്ചി ഈസ് ഇൻ കേരള. ഓക്കെ, കൊച്ചി കേരളത്തിലാണെന്ന് ഞാൻ മെൻഷൻ ചെയ്യും. പക്ഷേ അതിനുശേഷം ഞാൻ പിന്നെയും കൊച്ചി ഈസ് എ സിറ്റി എന്ന് ഞാൻ പറയില്ല. ഓക്കെ, പിന്നെ എനിക്ക് ആ കൊച്ചിനെ പറ്റി റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറയാം ഇറ്റ് ഈസ് എ സിറ്റി എന്ന് പറയും. ഓക്കെ, ഇറ്റ് ഈസ് എ സിറ്റി. അതുപോലെ ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. പിന്നെ നമ്മൾ അങ്ങോട്ട് ഇറ്റ് വെച്ച് നമ്മളതിനെ റെപ്രസെൻറ്റ് ചെയ്യണം. അപ്പോൾ ആ ഒരു റിപ്പീറ്റേഷൻ ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഇത്തിരി കൂടി ബെറ്റർ ആക്കാനായിട്ടാണ് നമ്മളിങ്ങനെ സബ്ജക്റ്റുകൾ നമ്മളിങ്ങനെ യൂസ് ചെയ്യണത്. നമ്മളിങ്ങനെ സബ്ജക്റ്റീവ് പ്രോനൗൺസ് നമ്മൾ യൂസ് ചെയ്യണത്. അപ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെയാണ് വരിക. എമ്മ ഈസ് സിംഗിങ് എന്നത് ഷീ ഈസ് സിംഗിങ് എന്ന് പറഞ്ഞു. എമ്മ ആൻഡ് ജാക്ക് ആർ സിംഗിങ്, ദേ ആർ സിംഗിങ്. ദ ക്യാറ്റ് ഈസ് റണ്ണിങ്, ഇറ്റ് ഈസ് റണ്ണിങ്. ദ സാൻഡ്വിച്ച് ഈസ് വെരി ടേസ്റ്റി, ഇറ്റ് ഈസ് വെരി ടേസ്റ്റി. കൊച്ചി ഈസ് എ സിറ്റി, ഇറ്റ് ഈസ് എ സിറ്റി. മൈ മോം ആൻഡ് ഐ ആർ ഗോയിങ്, വി ആർ ഗോയിങ്. ഇനി ഞാനിവിടെ സ്ക്രീനിൽ കുറച്ച് പ്രാക്ടീസ് ചെയ്യാനായിട്ട് തരാം. ഓക്കെ, അപ്പോൾ അതിൽ എങ്ങനെയാണത് നമുക്ക് സബ്ജക്റ്റീവ് പ്രോനൗണിക്ക് മാറ്റി എഴുതാൻ പറ്റുമെന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഇതിൽ ആദ്യത്തെ വരെ നോക്കുക. ജോണി ഈസ് കുക്കിംഗ്. ജോണി ഈസ് കുക്കിംഗ്. ജോണി പാചകം ചെയ്യുകയാണ് എന്നാണ് ഇതിൻ്റെ മീനിങ്. അപ്പോൾ ഇതിലിപ്പോൾ ജോണി എന്ന് പറയുന്നത് നമുക്കറിയാം. ഓക്കെ, മെയിലാണ്. സോ നമ്മളിപ്പോൾ ഇവിടെ നമുക്ക് അവൻ പാചകം ചെയ്യുകയാണെന്ന് നമുക്ക് പറയണല്ലേ. ആ ഒരു രീതിക്ക് മാറ്റാനായിട്ട് നമുക്ക് എന്ത് സബ്ജക്റ്റീവ് പ്രോനൗൺ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുക? ഒന്ന് ആലോചിക്കുക. ഇവിടെ ഹി ആയിരിക്കും വരാം, അതോ ഷീ ആയിരിക്കും വരാം? ഓക്കെ, ഇവിടെ എന്താണ് വരാം? ഇവിടെ വരാം ഹി ആണ്. ഓക്കെ, ഇവിടെ എന്താണ് വരിക? ഇവിടെ ഹി എന്ന വരാം. ഓക്കെ, ഹി ഈസ് കുക്കിംഗ് എന്നാണ് വരിക. ഇനി അതുപോലെ തന്നെ ആലിയ ആൻഡ് രൺബീർ ആർ റണ്ണിങ്. ആലിയയും രൺബീറും ഓടുകയാണ്. ഓക്കെ, ആലിയ ആൻഡ് രൺബീർ ആർ റണ്ണിങ്. ഓക്കെ, ഇവിടെ ആലിയ ആൻഡ് രൺബീർ രണ്ട് പേരുണ്ടല്ലേ. അപ്പം നമ്മളിവിടെ എന്താണ് വരിക? ഇവിടെ ഏത് സബ്ജക്റ്റീവ് പ്രോനൗൺ ആയിരിക്കും വരിക? അതായത് അവർ ഓടുകയാണെന്ന് പറയാനായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ വരാം ദേ ആയിരിക്കും അല്ലേ, ദേ അല്ലേ, ലൈക്ക് ദേ ആർ റണ്ണിങ് അല്ലേ, ദേ ആർ റണ്ണിങ്. ആലിയ ആൻഡ് രൺബീർ ആർ റണ്ണിങ് നമുക്ക് എങ്ങനെയും പറയാൻ പറ്റും? ദേ ആർ റണ്ണിങ് അല്ലേ. അതുപോലെ തന്നെ അടുത്ത് നോക്കുക. ദ ഡോഗ് ഈസ് ബാർക്കിംഗ്. ദ ഡോഗ് ഈസ് ബാർക്കിംഗ്. ഓക്കെ, ഇവിടെ ബാർക്കിംഗ് എന്ന് പറയുമ്പോൾ കുറിക്കുകയാണെന്നൊരു മീനിങ് ആണ്. ദ ഡോഗ് ഈസ് ബാർക്കിംഗ്. സോ ദ ഡോഗ് അല്ലേ, ദ ഡോഗ് എന്ന് നമുക്ക് എങ്ങനെയും പറയാൻ പറ്റും? ഏത് സബ്ജക്റ്റീവ് പ്രോനൗൺ ആണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക ഡോഗ് എന്ന് പറയാനായിട്ട് ഈ ജീവികളെ പറ്റി പറയുമ്പോൾ? അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുക ഇറ്റ് ആയിരിക്കും അല്ലേ. ഓക്കെ, ഇറ്റ്. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് ബാർക്കിംഗ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇറ്റ് ഈസ് ബാർക്കിംഗ്. ദ ഡോഗ് ഈസ് ബാർക്കിംഗ് എന്നതിന് നമുക്ക് ഇറ്റ് ഈസ് ബാർക്കിംഗ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ലാസ്റ്റ് നോക്കുക. മൈ ബ്രദർ ആൻഡ് ഐ ആർ വാച്ചിങ് ടി വി. മൈ ബ്രദർ ആൻഡ് ഐ ആർ വാച്ചിങ് ടി വി. ഞാനും എൻ്റെ സഹോദരനും ടി വി കാണുകയാണ്. ഓക്കെ,
അപ്പോൾ എനിക്ക് എങ്ങനെ പറയാൻ പറ്റും? ഇപ്പോൾ ഞാനും എൻ്റെ സഹോദരനെ എനിക്ക് പറയാൻ പറ്റും എങ്ങനെയായിരിക്കും ഞങ്ങൾ എന്ന് പറയല്ലേ. സോ ഞങ്ങൾ ടി വി കാണുകയാണെന്ന് പറയാൻ ഇപ്പോൾ ഞങ്ങൾ എന്നതിന് നമ്മൾ ഏത് സബ്ജക്റ്റീവ് പ്രോനൗൺ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഓക്കെ, ഇവിടെ നമ്മൾ യൂസ് ചെയ്യുക വി ആയിരിക്കും അല്ലേ. വി ആർ വാച്ചിങ് ടി വി അല്ലേ. വി ആർ വാച്ചിങ് ടി വി എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് ആൻഡ് യുവർ ഫാമിലി. ബൈ.